മണിക്കുട്ടി, എത്ര നേരമായി കിടന്നുറങ്ങുന്നില്ലേ? ഇങ്ങനെ ഉറക്കൊഴിച്ചിരിക്കാതെ വല്ല അസുഖം വരും. കിടന്നുറങ്ങാൻ തോന്നും. എനിക്കല്ലേ അസുഖം വരുന്നേ? ഞാനങ്ങ് സഹിച്ചു. ഞാൻ സഹിച്ചോളാം. നീ സഹിച്ചു കഴിഞ്ഞാൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെ ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോണ്ടേ? ഞാൻ തന്നെ കഷ്ടപ്പെടണ്ടേ? എന്റെ പൈസയല്ലേ ചെലവാണ്. എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാലേ എന്നെ എന്റെ മക്കൾ ആശുപത്രി കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ എന്റെ സഹോദരനോ അച്ഛനോ കൊണ്ടുപോകും. പിന്നെ ആശുപത്രിയിൽ ചെലവിന്റെ കാര്യം ആലോചിച്ചും ബുദ്ധിമുട്ടണ്ട. ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് ശമ്പളം കിട്ടുമല്ലോ, അതൊന്ന് ചെലവാക്കിക്കോളാം. നീ ജോലിക്ക് പോണ്ടതല്ലേ ഞാൻ പറഞ്ഞത്? അതിന് ഞാൻ തിരിച്ചു ഉത്തരവും പറഞ്ഞല്ലോ, ഞാൻ പോകുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ? എന്തോ മണി, എന്റെ വാക്ക് ധിക്കരിച്ച് നീ ജോലിക്ക് പോകും എങ്കിൽ പിന്നെ അങ്ങ് നിന്റെ വീട്ടിൽ പോയാൽ അങ്ങ് നിന്നാ മതി. അവിടെ നിന്ന് പോയാൽ മതി, ഇങ്ങോട്ട് വരണ്ട. അത് തന്നെ എനിക്കും സൗകര്യം. അവിടുന്ന് ജോലിക്ക് പോകാനാ എളുപ്പം, ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് വരണ്ടല്ലോ. എന്തോന്ന് മണി, നിന്റെ എത്ര പറഞ്ഞാലും നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവൂലേ? ഞാൻ ഇവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞില്ലേ നിന്നോട്? ദിവ്യേട്ട, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെ മറികടന്നിട്ട് തന്നെയാണല്ലോ ഞാൻ ആലോചിച്ചു, എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ജോലി ചെയ്യാന്ന് തീരുമാനിച്ചത്. മണി, ഇതൊക്കെ നീ ഇപ്പൊ പറയും, ഇത് നിസ്സാരമല്ല. 4-5 മണിക്കൂർ യാത്രയുണ്ട്, പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചോട്ടാ, ഇപ്പൊ നീ ഇവിടെ ജോലിക്ക് പോകേണ്ട ഇത്ര പൈസയുടെ ആവശ്യം എന്താണ്? ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോണില്ലേ മണിക്കുട്ടി? രവിയേട്ടാ, നമ്മൾ കഷ്ടപ്പാട് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്, എല്ലാ കുടുംബത്തിലും ഉള്ള പോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ആ സമയത്ത് ഇങ്ങോട്ടൊരു ജോലി നമ്മളെ തേടി വരുമ്പോഴത്തേക്കും അതിന് ജോയിൻ ചെയ്യുന്നതാണ് ഉചിതം. പൈസയുടെ കാര്യം പോട്ട്, വരുമാനത്തിന്റെ കാര്യം പോട്ട്. എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്ന ഇൻഡിവിജ്വൽ, മണിക്കുട്ടി എന്ന ശാരദാമണി എന്നുള്ള ഇൻഡിവിജ്വലിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് എന്റേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ജോലി എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചു? അന്ന് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. എന്റെ ഭർത്താവ്, എന്റെ കുടുംബം, എന്റെ മക്കള്, ഇവരുടെ കാര്യം നോക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചു. ഇപ്പൊ കുട്ടികൾക്ക് എന്റെ ആവശ്യമുള്ള സമയമല്ല, അവര് വളർന്നു, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാറായി. നമ്മുടെ വീട്, എനിക്ക് സമാധാനത്തിൽ ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ. ഈ പ്രായത്തിൽ ഞാൻ ജോലി ചെയ്തെങ്കിൽ ഇനി എപ്പോഴേക്കും ജോലിക്ക് പറ്റും? മണി, നീ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ഒന്നും അല്ല. ഈ ബാങ്കിലെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ജോലിയാണ്, മനസ്സിലായ? റിസ്ക് ആണ്. പിന്നെ ഈ വീട്ടിൽ വന്നുള്ള പണി, അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ വ്യക്തമായിട്ടാണ് ഞാൻ നിന്റെ പറഞ്ഞത്. ഞാൻ എന്റെ അഭിപ്രായം നല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇതൊക്കെ ആലോചിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് ഞാനും ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ഇനി ആരും അതിനെപ്പറ്റി പറയണ്ട. ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. എത്ര വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, എന്നിട്ട് നീ ആ വാശി നിൽക്കാണല്ലോ. ഈ ജോലിക്ക് പോയ പറ്റുന്നുള്ള വാശിയാണ് നിനക്ക്. പിള്ളേരെ കാര്യം നോക്കുന്നില്ല, അവരെ പറ്റി ആലോചിക്കുന്നില്ല. എല്ലാം വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. അവസാനം ഒരു വലിയ ബാധ്യതയായിട്ട് മാറും ഈ ജോലി നിനക്ക്. എന്താന്ന് വെച്ചാ ചെയ്. ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കും. അതുകൊണ്ടാണ് ഉറക്കമൊഴിഞ്ഞ് ഇരിക്കുന്നത്, ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. നീ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്ക മണി. ലൈറ്റ് ഓഫ് ചെയ്തരാം. ഞാൻ എപ്പോ ഉറങ്ങണം ഞാൻ തീരുമാനിച്ചോളാം.